സിനിമാ കഥയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് സിനിമയെ പറ്റിയിട്ടാണ്. ഇന്നാണ് ഞാൻ ആ സിനിമ കണ്ടത്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിരുന്നു. വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് എന്നുള്ളൊരു ഉത്തരമേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. ഞങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും നന്നാവുക. അതല്ലെങ്കിൽ കണ്ടവർക്കുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും കൂടി നിങ്ങൾ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. ജഗർലമുടി, സായ് മാധവ് ബുറ എന്നിവരുടെ തിരക്കഥയിൽ ക്രിഷ് ജഗർലമുടി, അതേപോലെ എം ജ്യോതികൃഷ്ണ എന്നിവരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. രണ്ടുപേരാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ സിനിമ. അപ്പോൾ ഈ സിനിമയിൽ ഹരിഹര വീരമല്ലു എന്ന് പറയുന്ന ഒരു വീരയോദ്ധാവിൻ്റെ കഥയാണ് പറയാൻ ആ പടം ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടമാണ്. അപ്പോൾ ഔറംഗസേബിൻ്റെ ഭരണകാലഘട്ടത്തിൽ ആണ് ഈ സിനിമ നടക്കുന്നത്. അപ്പോൾ എനിക്കതിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, ആ കാലഘട്ടം കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു റെഫറൻസ് എടുത്തിട്ട് വേഷവിധാനങ്ങളും എല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഒന്നും കൂടി ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പുതിയ പവൻ കല്യാണിൻ്റെ സിനിമ കാണുന്ന പോലെ തന്നെയാണ്. അങ്ങേരുടെ ആ ഒരു ഹെയർ സ്റ്റൈലും അങ്ങേരുടെ ഒരു ആക്ഷനും ഒക്കെ സെയിം. ഒരു വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ബാഹുബലിയൊക്കെ കാണുമ്പോൾ, പ്രഭാസിനെയൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചരിത്ര സിനിമ ആയിട്ട് ഒരു ബന്ധം നമുക്ക് തോന്നിക്കാറുണ്ടല്ലോ. അതേപോലെ ധീര ഇറങ്ങിയപ്പോൾ. പക്ഷെ ഇവിടെ ഒരു ചരിത്ര സിനിമയാണ്, അല്ലെങ്കിൽ ആ ഒരു പഴയ കാലഘട്ടത്തിലെ സിനിമയാണ് എന്നുള്ളൊരു തോന്നല് ഈ സിനിമയിൽ വന്നിട്ടില്ല. ഒരു പടം തുടങ്ങുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് മൈനിങ് നടക്കുന്ന സമയത്ത് ഒരു അമൂല്യമായിട്ടുള്ള ഒരു വൈരക്കല്ല് കിട്ടുന്നു. ആ വൈരക്കല്ലിനെ വെച്ചിട്ട് ഉള്ള ഒരു പയ്യനാണ് കിട്ടുന്നത്. ആ പയ്യൻ അവൻ്റെ അച്ഛനോട് ചോദിക്കുന്നു, അച്ഛാ ഇതുപോലെ ഈ കല്ലുകളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അവിടുന്ന് ആ അച്ഛൻ മോന് പറഞ്ഞു കൊടുക്കുന്നത് അതായത് അടിമകളിൽ നിന്നും അതിൻ്റെ തൊട്ടുമുള്ള യജമാനൻ കക്കും, ആ യജമാന്റെ മുകളിൽ അതിൻ്റെ മുകളിലുള്ള ആള് കക്കും, അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരിൽ നിന്ന് ഏറ്റവും വലിയ ഭരണാധികാരി കക്കും. അതായത് ഔറംഗസേബിനെയാണ് ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടത്തിൽ. അത് ആ കാലഘട്ടത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്നും എന്താ പറയുക, അഭിമാനമില്ലാത്തൊരു ജീവിതം തന്നെയാണോ എന്നുള്ളൊരു പയ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്കും അങ്ങനത്തെ ഒരു ദിവസം വരും, അല്ലെങ്കിൽ ആ മുകളിലുള്ള ആളുടെ നിന്നും കക്കുന്ന ആരെങ്കിലും ഒരാൾ വീണ്ടും വേറെ വരും എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അതേ സമയത്ത് തന്നെ ഒരു പുഴയിലൂടെ കുറച്ച് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുഴയിലൂടെ ഒരു കൊട്ടയിലൊരു കുട്ടി ഒഴുകി വരും. അത് സത്യരാജിന്റെ കയ്യിൽ കിട്ടണം. സത്യരാജ് ഒരു അമ്പലത്തിലെ പൂജാരിയൊക്കെയാണ്. അപ്പൊ സത്യരാജിന്റെയും അവരുടെ ഇതായിട്ട് കിട്ടണം. അപ്പൊ ജ്യോതിശാസ്ത്ര പ്രകാരം ഇയാളൊരു രാജാവിനെ പോലെ, അതല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു രാജാവിനെ പോലെ ഒരു ധീര യോദ്ധാവായിട്ട് മാറും എന്നൊക്കെ പറയുകയാണ്. ഓക്കെ, അതൊക്കെ ഒരു കുറച്ച് നന്നായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് കഴിയുമ്പോൾ നമ്മുടെ ആ കുട്ടിയാണ് ഒരു വീരമല്ലു ആയിട്ട് വരുന്നതും, നമ്മുടെ പവൻ കല്യാണായിട്ട് വരുന്നതൊക്കെ. പിന്നെ അവിടെ നിന്നൊക്കെ ശരിക്കും എല്ലാ പവൻ കല്യാണിന്റെ പടങ്ങളിലും ഉള്ള പോലെ തന്നെ പുള്ളി വരുന്നു, പുള്ളി എല്ലാം ചെയ്യുന്നു, പുള്ളിയാണ് എല്ലാം. പക്ഷെ അതിൽ ഒരു ചെറിയൊരു സസ്പെൻസ് ഒക്കെ ഉണ്ട്. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ കഴിയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു സിനിമ ആ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, അതായത് ഇന്റർവെല്ലിന് ശേഷം തുടങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഇന്റർവെല്ലിന് ശേഷം തുടങ്ങുന്ന ആ സംഭവങ്ങൾ മുതൽ കൊണ്ട് സെക്കൻഡ് പാർട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. കാരണം ഇത് ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി, അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് കോഴിക്കോട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായി. അതായത് ഇവര് കൊണ്ടുപോയി നിർത്തിയത്. സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുള്ള് ഇതാണ് ഒരു ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിലുള്ള കളികളാണ്. ഔറംഗസേബിന്റെ കാലഘട്ടം, ഒരുപാട് മതപരിവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിച്ചു പോകുന്നത്. അപ്പൊ അതിന്റെ ആ മുഗൾ സാമ്രാജ്യത്തിന്റെ അകത്തേക്ക് എൻട്രൻസിലേക്ക് കയറുമ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാണുന്നു. അവിടെ വെച്ചിട്ടുള്ള ഒരു ആക്ഷനിൽ പടം തീരുകയാണ്. നമ്മൾ ബാഹുബലിയിൽ നിർത്തുമ്പോൾ എല്ലാം ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്യാന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം പക്ഷെ നമ്മളിത് നിർത്തുമ്പോൾ, ഇപ്പൊ വിശ്വരൂപമാണെങ്കിൽ പോലും, കമലഹാസന്റെ വിശ്വരൂപം എടുത്താൽ പോലും ഫസ്റ്റ് പാർട്ട് നിർത്തുമ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് എന്താണെന്നുള്ളൊരു ആകാംക്ഷ തന്നിരുന്നു. ഏകദേശം അതേപോലത്തെ ഒരു ആകാംക്ഷ കിട്ടിയിരുന്ന ഒരു പടമാണ് ബാഹുബലി. പിന്നെ അത് അങ്ങനെ നിർത്തുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം കൂടി വേണ്ടേ. അതായത് കോഹിനൂർ എന്ന് പറയുന്ന രത്നത്തിനെ മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ കയ്യിൽ നിന്നും
അടിച്ചു മാറ്റിയിട്ട് വീണ്ടും ഡക്കാൻ പീഠഭൂമിയായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ഈ കൃഷ്ണ നദിയിലേക്കുള്ള കൊല്ലൂരിലേക്ക് കൊണ്ടുവരണം. ഇതിന്റെ ഒരു പ്രമേയം. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നിടത്ത് ഇന്റർവെല്ല് വരികയും പിന്നെ ഇന്റർവെല്ലിന് ശേഷം ആ യാത്രകളാണ് കാണിക്കുന്നത്. യാത്രകൾ വെച്ചാൽ അവിടെ എത്തി ഒരു എന്താ പറയാ ചെറിയൊരു എൻട്രൻസ് ആകുമ്പോഴത്തേക്കും പടം വേറെ എന്തോ ലെവലിലേക്ക് മാറി, ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് നിർത്തി. എനിവേ അതുകൊണ്ട് തന്നെ തീർത്തും ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ പടം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ BGM-ഉം അതും ഇതൊക്കെ ഇങ്ങനെ ഒന്ന് കേട്ടിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കണ്ടു മറക്കാം. പക്ഷെ അതും ആദ്യത്തെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് എന്നെ ഒട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് ഹാഫ് ഓക്കെ. ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞൊരു പോരായ്മ ആ പടത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള, അതായത് നമുക്ക് ആ പടത്തിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാത്രം. അതായത് കാലഘട്ടത്തിന്റെ നോക്കുമ്പോൾ ഒരു കുറച്ചെങ്കിലും അതൊക്കെ ഒന്ന് റെഫർ ചെയ്യണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. പരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒന്ന് ചുമ്മാ കാണാം, കണ്ടില്ല വെച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു സിനിമയാണ് ഈ എന്താ പറയാ ഹരിഹര വീരമല്ലുവിന്റെ ഫസ്റ്റ് പാർട്ട്. ബാക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, ബൈ.